വേഗത്തിൽ വളരുന്ന ടെക്നോളജി, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് എൻവയോൺമെൻറ്റ് നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വെല്ലുവിളിയാണോ? ഇത്തരം വെല്ലുവിളികളെ ആക്സെപ്റ്റ് ചെയ്ത് എത്രത്തോളം നിങ്ങൾക്ക് ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഒരു ഫിൻടെക് കമ്പനിയുടെ സഹായത്തോടെ ഇത്തരം ചലഞ്ചുകളെ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ സാധിക്കുമോ? ഇതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞങ്ങൾ ബിറ്റ്സ് ലെഡ്ജർ എന്ന സ്ഥാപനം ലിരിത്ര ഫാർമസിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത്. പന്ത്രണ്ട് വർഷമായി ഞാൻ ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. പണ്ടൊക്കെ ചേഞ്ചസ് വളരെ സ്ലോ ആയിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ ചേഞ്ചസ് ആയിട്ടൊന്ന് കോപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഹെക്ടിക് ടാസ്ക് തന്നെയാണ്. ഒരു ട്രേഡിംഗ് ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ വളരെ വലിയ കോമ്പറ്റീഷനാണ് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതായത് ഓരോ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻസ്, മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ്, ഡെലിവറി ട്രാക്കിംഗ് സിസ്റ്റം, ഇങ്ങനെയുള്ള സർവീസുകളെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളും നമ്മുടെ ബിസിനസ്സിൽ ഇതുപോലുള്ള സർവീസസ് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് ഒരിക്കലും ഗ്രോ ആവില്ല. ആദ്യമൊക്കെ ഓർഡറും ഡെസ്പാച്ചും തമ്മിൽ, സെക്ഷനുകൾ തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓർഡർ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഓർഡറിൻ്റെ ഫ്ലോ കുറഞ്ഞു, അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ ബാധിച്ചു. ഞാൻ കുറച്ച് മൾട്ടിനാഷണൽ കമ്പനീസിലെ റിപ്പോർട്ടിംഗ് സിസ്റ്റം കണ്ടിട്ടുണ്ട്. അതെല്ലാം വളരെ ആക്യുറേറ്റ് ആണ്, പക്ഷേ വളരെ എക്സ്പെൻസീവ് ആണ്. ഞങ്ങളെപ്പോലുള്ള MSME ഫോംസിന് അത് അഫോർഡബിൾ ആവൂ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. സ്റ്റോക്കിലും ഓർഡർ ടേക്കിംഗ് പ്രോസസ്സിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലും ഒരു എൻറ്റയർ ബിസിനസ് പ്രോസസ്സിലും എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഞങ്ങളുടെ ഒരു ആലോചനയിൽ നിന്നാണ് ഞങ്ങൾ ആ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്. SAP, മൈക്രോസോഫ്റ്റ് ഡൈനാമിക്സ്, ഒറാക്കിൾ, നെറ്റ്സ്യൂട്ട് തുടങ്ങിയ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ERP ഓപ്ഷൻസും ഞങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലക്ഷങ്ങൾ വില വരുന്ന അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് റണ്ണിങ് കോസ്റ്റ് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ ബിറ്റ്സ് ലെഡ്ജറിനെ പറ്റി കേൾക്കുകയും അവർ അപ്രോച്ച് ചെയ്യുകയും ചെയ്തു. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ആ ടീമായിരുന്നു. അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസും കോസ്റ്റ് അക്കൗണ്ടൻസും ഒരു IT പ്രൊഫഷണൽസ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ടീമിനോട് ഞങ്ങൾക്ക് ബിസിനസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും വളരെ ഈസി ആയിരുന്നു. ആ ഒരു ഇംപ്ലിമെൻറ്റേഷനും ഞങ്ങൾ റണ്ണിങ്ങും വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും വളരെ ഫാസ്റ്റായിട്ടും ഞങ്ങൾക്ക് ചെയ്തു തരികയും ചെയ്തു. ERPMix ചൂസ് ചെയ്യുക എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ തന്നെയായിരുന്നു. കാരണം ഇതത്ര ഫെമിലിയർ ആയ സൊല്യൂഷൻ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനെ കൺവിൻസ് ചെയ്യാനും കുറച്ച് സമയമെടുത്തു. മിനിമം ടൈമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനാണ് ERPMix. കാരണം ഒരു ബിസിനസ്സിന് വേണ്ട എല്ലാ സൊല്യൂഷൻസും ഇതിൽ ഓൾറെഡി ബിൽറ്റിനുണ്ട്. അതുകൂടാതെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കസ്റ്റമൈസ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഒരു MSMEക്ക് എന്തുകൊണ്ട് ചൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് SAP ഓൾട്ടർനേറ്റീവ് ആണ് ERPMix. ഒരു MSME യൂണിറ്റിൽ നമ്മളൊരു ERP സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് അതിൻ്റെ കോസ്റ്റ്. ഇത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ കിട്ടുന്ന ഇതിൻ്റെ റിസൾട്ട് എന്താണ്, ഇതിൻ്റെ ഒരു ഓവറോൾ എഫിഷ്യൻസി എത്രത്തോളം നമ്മുടെ ബിസിനസ്സിനെ കൂട്ടാൻ പറ്റും, ഇതെല്ലാമാണ് നമ്മളും കൺസിഡർ ചെയ്തത്. ഈ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് ശേഷം. ആസ് എ മാനേജ്മെൻറ്റ് പേഴ്സൺ ബിസിനസ്സിൽ പുതിയ ചേഞ്ചസ് കൊണ്ടുവരുന്നത് വളരെ ചലഞ്ചിങ് ആണ്. കാരണം സ്റ്റേക്ക് ഹോൾഡേഴ്സ്, വർക്കേഴ്സ്, ബിസിനസ് എൻവയോൺമെൻറ്റ് എല്ലാം ചേഞ്ച് ആവണം. മാറ്റത്തെ ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറാവണമെന്നില്ല. ആ ഒരു ചേഞ്ച് എല്ലാ രീതിയിലും വേണം. കാരണം ദ ബിസിനസ് നീഡ് ടു ഗ്രോ. ERPക്ക് അനുസരിച്ച് ഒരു ബിസിനസ് സെറ്റ് ചെയ്യാന്നുള്ളതായിരുന്നില്ല, മറിച്ച് ബിസിനസ്സിന് വേണ്ട രീതിയിൽ ERP സെറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ എയിം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓപ്പറേഷൻസും ഫ്ലോസും പഠിച്ച് അതിനനുസരിച്ച് ERPMixൽ കസ്റ്റമൈസേഷൻ വരുത്തി. സോ ഇവിടുത്തെ ഓപ്പറേഷൻസ് ചേരും വിധം പെർഫെക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് ഇവിടെ റൺ ചെയ്യുന്നത്. ഒരു ERP സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും ഇത് ഡെയിലി ബേസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ എംപ്ലോയീസ് ആണ്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടുന്ന ട്രെയിനിങ് സെഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇവരിത് എങ്ങനെ എടുക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ എംപ്ലോയീസ് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് വി ഫീൽ പ്രൗഡ് ഓഫ് ദം. ഞങ്ങളുടെ ചാലഞ്ചസ് എല്ലാം കഴിഞ്ഞു. So we decided to launch ERPMix after the trial run. ഇപ്പോൾ ഓർഡർ മുതൽ ഡെസ്പാച്ച് വരെയുള്ള എല്ലാ സെക്ഷനുകളും തമ്മിൽ നല്ല സിങ്കാണ്.
റൈറ്റ് ട്രാക്കിലാണ്. ആഫ്റ്റർ സെയിലിന് ശേഷവും കസ്റ്റമർ കെയറിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാ ആക്ടിവിറ്റിയും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിവ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് അറ്റ് എവറി പോയിന്റ് ഓഫ് ടൈം. സ്വാഭാവികമായിട്ടും അത് ബിസിനസ് വളരാൻ തുടങ്ങി. ഹോമിയോപ്പതി മരുന്ന് വിതരണ രംഗത്ത് ആക്യുറേറ്റ് ബില്ലിംഗ് എന്ന് പറയുന്നത് വളരെ ഹോമിയോപ്പതിയിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് കൃത്യമായ സർവീസ് അവർ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നും ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് ഇതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്നും പിന്നീട് വന്ന ഓരോ ഇമ്പ്രൂവ്മെൻറ്റിലും ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു. റൈറ്റ് നൗ 24/7 കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിനും അവരുടെ ഓർഡർ ലൈവായിട്ട് ട്രാക്ക് ചെയ്യാം. ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ബിസിനസ് ചെയ്യാൻ വളരെ ഈസിയാണ് വിത്തൗട്ട് ലൂസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഇത് ഞങ്ങളുടെ ഒരു തുടക്കമാണ്. ഞങ്ങളിതിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഹാർഡ്ലി ഒരു 1 year ആവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു കാലയളവിൽ തന്നെ ഞങ്ങൾക്ക് ഏകദേശം 3 times ഞങ്ങളുടെ ടേൺ ഓവർ ഇമ്പ്രൂവ് ആയി. ഇനിയും ഇത് ഗ്രോ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എല്ലാ സക്സസിന് പിന്നിലും ഒരു വലിയ ടീം പ്ലേ ഉണ്ട്. ഞങ്ങളുടെ മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, ബിസിനസ് അനലിസ്റ്റ്, ERP ഇംപ്ലിമെൻറ്റേഷൻ ടീം, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഡ്രീമിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.